പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് സഭായോഗമായി കടന്നു വന്നു. നമ്മൾ രാവിലെ തന്നെ ദൈവത്തെ സ്തുതിച്ചു. ദൈവം ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് അരുളി ചെയ്തെന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുവാനാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ നോക്കുക. ആകയാൽ നാം എന്തു പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ ഒരു നാൾ വരുന്നു. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുരിശിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചതായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിനെ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിന്ന് വായിച്ച ലേഖന ഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്നുണ്ട് ഓരോ കാര്യങ്ങൾ എന്താണെന്നുള്ളത്, അല്ലേ? എന്താണ് നമ്മളിത് വായിച്ചത്? കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഇനിയും വളരെയധികം നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ വരുമ്പോൾ അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരീസഹോദരന്മാരെ, ഇത് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് അവരോട്. അങ്ങനെ അവർ എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞത് അനുസരിച്ചിട്ട് അവരെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി പോയി കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ തീനാളങ്ങളായി ഇറങ്ങി വന്നു. അവരിൽ 120ഓളം പേരുണ്ടായിരുന്നു. ആ 120 പേരിലും വ്യാപരിച്ചു ആത്മാവ്. അങ്ങനെ ആത്മാവ് അവരോട് പറഞ്ഞ കാര്യങ്ങളാണ് അവർ ലേഖനങ്ങളായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. നാം ഒന്ന് മനസ്സിലാക്കണം. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 16-ൽ പറഞ്ഞതാണ്, ഇനിയും വളരെയധികം നിങ്ങളോട് പറവാനുണ്ട്. അപ്പം കർത്താവ് പറഞ്ഞു തീർന്നിട്ടില്ല. കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷേ അപ്പോഴത്തെ ആ സാഹചര്യം നോക്കുമ്പോൾ അവർക്കിത് ഗ്രഹിപ്പാൻ കഴിവില്ല. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി പോയി കാത്തിരിക്കാൻ പോകും. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കേൾക്കുവാനും അവരോട് പരിശുദ്ധാത്മ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. കർത്താവ് അവരോട് പറഞ്ഞ കാര്യത്തിന് പോയി അവർ കാത്തിരുന്നു. ആത്മാവ് അവരുടെ ഉള്ളിൽ വന്നു സംസാരിച്ച കാര്യങ്ങളാണ് ലേഖനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ലേഖനങ്ങൾ എഴുതുമ്പോൾ ആ ലേഖനത്തിൽ വ്യക്തമായിട്ട് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലും 1 തെസ്സലോനി 5-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിലും വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സഭ കൂടി വരുമ്പോൾ സഭകളിൽ ലേഖനങ്ങൾ വായിപ്പിക്കണം. സങ്കീർത്തനം വായിപ്പിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് കർത്താവും പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സഭ കൂടി വരുമ്പോൾ സങ്കീർത്തനങ്ങൾ വായിക്കണമെന്ന് കർത്താവും പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ സംഘടനകൾ മുഴുവനും സഭകൾ മുഴുവനും ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് പറഞ്ഞത്, കർത്താവ് കൽപ്പിച്ചത് നമ്മൾ കേൾക്കാതെ കർത്താവിന് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്
നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾക്ക് മനസ്സിലായി. കാരണം നമ്മൾ അനേക സംഘടനാ സഭകളിൽ പോയിട്ട് അവിടെയൊന്നും ലേഖനങ്ങൾ വായിച്ച് കേൾക്കുന്നില്ല. കർത്താവ് പറഞ്ഞതോ അപ്പോസ്തലന്മാർ പറഞ്ഞതോ പരിശുദ്ധാത്മാവ് പറഞ്ഞതോ അവർ കേൾക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറിട്ട് മാറിയിരുന്നുകൊണ്ട് നമ്മൾ കൂടി വരുന്നത്. അപ്പം നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ ലേഖനങ്ങളാണ് വായിക്കുന്നത്. അത് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയും നമ്മൾ കഴിയുമെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു അധ്യായം വായിച്ച് അതിൽ നിന്ന് പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ലേഖനങ്ങൾ വായിക്കുന്നത്. ലേഖനങ്ങൾ വായിപ്പിക്കണമെന്ന് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലും കൂടെ നമ്മളോട് സംസാരിച്ചിരിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോസ്തലന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവുമായിട്ടും പിതാവായിട്ടും ഉള്ള ബന്ധം നമുക്കുണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകും. അങ്ങനെ നമുക്കും പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സഭകളിൽ ലേഖനങ്ങൾ വായിപ്പിക്കണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആരാധിക്കണം. ഇന്ന് സഭകളിൽ കാണുന്നത് ആരാധന എന്ന് പറയുന്നത് 2-3 പാട്ടുപാടി കൈകൊട്ടി ശരീരമൊക്കെ വേർക്കുമ്പോൾ അത് ആരാധനയാണെന്നാണ് സങ്കല്പിക്കുന്നത്. പക്ഷേ ആ ആരാധനയുമായിട്ട് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആരാധന എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറഞ്ഞതും എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുമാണ് ആരാധന. അതാണ് ആരാധന. വ്യക്തമായിട്ട് പറഞ്ഞത് ആരാധന. പിന്നെ റോമാലേഖനം 12-ാം അധ്യായത്തിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. 12-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. അപ്പൊ ഇവിടെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അടുത്ത ഒരു കാര്യം എന്താണ്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ളതാണ് കാരണം? ഇന്ന് ലോകത്തിൽ അനേക ആരാധനകൾ നടക്കുന്നുണ്ട്. ഇന്ന് അമ്പലങ്ങളിൽ പൂജപ്പാട്ടുകൾ നടക്കുന്നുണ്ട്. കത്തോലിക്ക പള്ളികളിൽ പാട്ടുകുർബാന നടക്കുന്നുണ്ട്. കല്യാണ വീടുകളിൽ പാട്ട് കച്ചേരി നടക്കുന്നുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ പാട്ടുണ്ട്. ഇതൊക്കെ പാട്ടില്ലാതൊന്നുമില്ല. അതെല്ലാം ലോകത്തിൻ്റെ ആചാരമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മുടെ മനസ്സൊന്ന് പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ്. കാരണം എന്തുകൊണ്ടാ? ഇന്ന് സിനിമയ്ക്കും പാട്ടെഴുതുന്നുണ്ട്. ഈ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് പാട്ടെഴുതി പാട്ട് പാടിയിട്ടുണ്ട്. സിനിമയ്ക്ക് പാട്ട്. ആ പാട്ടും ഇങ്ങനെയാണ്, ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ, അവിടുത്തെ രാജ്യം വരേണമേ. അടുത്ത അന്നന്ന് ഞങ്ങൾ വിശന്ന് വരുമ്പോൾ അപ്പം നൽകണമേ. ആ പാട്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ വചനങ്ങൾ എഴുതിയതാ, സിനിമാക്കാരാ പാടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നു പെന്തക്കോസ്തുകാർ പാടുന്ന പാട്ടല്ല, ആത്മാവിലുള്ള പാട്ടാണ്. കത്തോലിക്കർ പാടുന്ന പാട്ട് ആത്മാവിനുള്ള പാട്ടല്ല. സിനിമാക്കാർ പാടിയ പാട്ടൊന്നും ആത്മാവിനുള്ള പാട്ടല്ല എന്ന് പറയും. അപ്പം നമ്മൾ സ്വയം നമ്മൾ പ്രഖ്യാപിക്കുക നമ്മൾ പാടിയ പാട്ടല്ല ആത്മാവിനാണ്. വെറുതെയാണ്. അതൊക്കെ എല്ലാം വ്യക്തമായ കാര്യങ്ങളാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി. ഹൃദയത്തിൽ നിന്ന് വരുന്ന പാട്ടാണ്. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിലേ ഉണ്ടാക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്കാണ് ഹൃദയത്തിൽ നിന്ന് പാട്ടുപാടുന്ന സങ്കീർത്തനം ഉണ്ടാവും. 1 കൊരിന്ത്യർ 14-26 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആകയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. അപ്പോൾ ഓരോരുത്തരും സങ്കീർത്തനം ഉണ്ടെന്ന് പറയുമ്പോൾ 150 സങ്കീർത്തനം മാത്രമാണോ? 150 സങ്കീർത്തനം അല്ല.
ആ 150 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന ആസാമിന്റെ സങ്കീർത്തനമുണ്ട്, കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമുണ്ട്, ദാവീദിന്റെ സങ്കീർത്തനമുണ്ട്. അതൊക്കെ അവർക്ക് ആത്മാവൊന്നും പാടില്ല. പക്ഷെ നമ്മൾക്ക് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന് സഭയ്ക്ക് നൽകിയിട്ട് സഭയിലുള്ള വിശ്വാസികൾ ആ ആത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ആത്മാവ് നിറഞ്ഞു വരുമ്പോൾ പാടുന്ന പാട്ട് ആണ് ദൈവത്തിന് പ്രസാദമായി തീരുന്നത്. അതാണ് ആരാധന. അല്ലാതെ നമ്മൾ പുസ്തകത്തിലെ പാട്ട് എഴുതി നമ്മൾ പഠിച്ചാൽ അത് പാടി കൈകൊട്ടിക്കൊണ്ട് ആരാധന ആകുന്നില്ല. 150 സങ്കീർത്തനത്തിൽ ഏതെങ്കിലും സങ്കീർത്തനം ഇന്നത്തെ പുതിയ നിയമസഭയിൽ വായിച്ചാൽ അത് സങ്കീർത്തനമാകുന്നില്ല. സങ്കീർത്തനം നമുക്ക് ഓരോരുത്തർക്കാണ്. ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്നാണ് സങ്കീർത്തനങ്ങൾ വരേണ്ടത് ദൈവത്തിന്. ആ സങ്കീർത്തനം കേൾക്കാനാണ് ദൈവം കാത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് പാടുന്ന പാട്ട് കേൾക്കുവാനാണ് ദൈവം കാത്തിരിക്കുന്നത്. അല്ല പുസ്തകത്തിലെ പാട്ട് പാടി കൈകൊട്ടുമ്പോൾ ആരാധനയാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അത് ദൈവത്തിന് പ്രസാദമില്ല. ദൈവം അത് കാണുന്നില്ല. അവരോട് പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിനെന്ന് അന്നാളിൽ പറയുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇന്ന് വായിച്ച ആ അധ്യായത്തിലേക്ക് നാം വരികയാണ്. നമുക്കൊന്ന് ചിന്തിക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ഒന്ന് നിൽക്കട്ടെ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത് എന്താണ്? നമ്മളെ വിശ്വസിച്ചു സ്നാനപ്പെട്ടവരാണ്. ഇന്ന് സ്നാനപ്പെട്ട് നമ്മുടെ സഭായോഗത്തിൽ കടന്നു വരുന്നവരോടാണ് ഈ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുകയാണ്. അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാൾ വരും. അപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത് എന്താണ്? വിശ്വസിച്ച് സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്നവരുടെ നാവിൽ നിന്ന് വരേണ്ടത് എന്താണ്? കൃപ പെരുകണം. കൃപ പെരുകണം. നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായി തീരട്ടെ എന്ന് എഫെസ്യർ 4 പറയും. ആകാത്ത വാക്കൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല എന്ന് പറയുന്നത്. നല്ല വാക്കല്ലാതെ ആകാത്ത വാക്കൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരരുത് എന്ന് വിശുദ്ധ ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ ഇവിടെ റോമാലേഖനം പറയുന്നു, ആകെ നാം എന്തു പറയേണ്ടത്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുന്നു. പാപസംബന്ധമായ ഒരു കാര്യം നമുക്ക് വരാൻ പാടില്ല. അപ്പോൾ അടുത്ത വാക്യം വരുന്നത് എന്താണ്? അടുത്ത വാക്യം പാപസംബന്ധമായി മരിച്ചവരായ നാം എല്ലാവരും അതിൽ ജീവിക്കുന്നത്. എങ്ങനെയാണ് പാപസംബന്ധമായി നാം മരിച്ചത്? എങ്ങനെയാണ് നമ്മൾ പാപസംബന്ധമായി മരിച്ചത്? 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്തോത്രം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട്. ആര്? നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മുടെ പഴയ സ്വഭാവങ്ങൾ. എഫെസ്യർ 4 പറയുന്നുണ്ട്. എന്താ അവിടെ ഒരു വാക്യമുണ്ട്. എന്താണ്? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു. അപ്പൊ പാപസംബന്ധമായി മരിച്ചിരിക്കുകയാണ് നമ്മൾ. ഇനി നമുക്ക് അതിൽ ജീവിക്കാൻ പാടില്ല. പാപസ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പാപത്തിന്റെ ചിന്ത നമുക്ക് പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ വന്നാൽ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് അതിനെ കട്ട് ചെയ്ത് കളയുക, അതിനെ ഉപേക്ഷിക്കുക, അതിനെ ശാസിക്കുക എന്നൊക്കെ ദൈവത്തിന്റെ വചനം പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ പാപസംബന്ധമായി മരിച്ചിരിക്കുകയാണ്. നമ്മൾ നീതിക്ക് ജീവിക്കാനുള്ളവരാണ്. അവിടെ വ്യക്തമായിട്ട് പറയുന്നു. 2-ാമത്തെ വാക്യം എന്താണ്? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? സ്തോത്രം. ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ജീവിക്കാൻ പാടില്ല. സ്തോത്രം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും
അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്താൽ അവനോടുകൂടെ അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്താൽ അവനോടുകൂടെ കുടിച്ചിടപ്പെട്ടു. നമ്മുടെ പഴയ മനുഷ്യനെ കുടിച്ചിട്ടു. അതാണ് യേശു ക്രിസ്തുവിനോട് നമ്മൾ സ്തോത്രം മരിച്ചത്. ക്രിസ്തുവിനോട് കൂടി നമ്മൾ മരിച്ചു. പാപസംബന്ധമായി നമ്മൾ മരിച്ചു. സ്വഭാവം സംബന്ധിച്ച് പഴയ സ്വഭാവമുള്ള മനുഷ്യനെ മരിപ്പിച്ചു. നമ്മൾ മരിച്ചിട്ട് കർത്താവ് മൂന്നാമത്തെ ദിവസം കല്ലറയിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം സ്നാനക്കുളത്തിൽ മുങ്ങി നമ്മുടെ പഴയ മനുഷ്യനെ മരിപ്പിച്ചിട്ട് നമ്മളെ ഒരു ജീവന്റെ പിതാവിൻ്റെ മഹിമയാൽ കർത്താവായ യേശു ജീവിച്ചെഴുന്നേറ്റതുപോലെ നമ്മളും പിതാവിൻ്റെ മഹിമയാൽ നമ്മളൊരു പുതിയ മനുഷ്യനായി തീരുകയാണ് ചെയ്യുന്നത്. ഒരു പുതിയ മനുഷ്യനായി. പഴയത് കഴിഞ്ഞു പോയി. നമ്മൾ ക്രിസ്തുവിലായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയതെല്ലാം കഴിഞ്ഞു പോയി. അങ്ങനെ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന നാം വീണ്ടും നമ്മുടെ പഴയ സ്വഭാവം വരാൻ പാടില്ല. പഴയ വാക്കുകൾ വരാൻ പാടില്ല. ഇന്നെല്ലാവരും സങ്കീർത്തന പുസ്തകത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോയി. എന്താണ് അവിടെ എന്താ പറയുക? ഒരു വാക്ക് ഒന്ന് വായിച്ചു നോക്കി. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അപ്പൊ ഈ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കാതെയോ എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ പുതിയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അവിടെ പോയി ഇരിക്കണമെന്നില്ല. അവിടെ പോയി നമ്മൾ അവരെ പോലെ പരിഹസിക്കണമെന്നില്ല. നമ്മൾ അതൊന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല. പക്ഷേ സംഭവം എന്താണ്? ഇവിടെ പുതിയ നിയമത്തിൽ പറഞ്ഞത് എന്താണ്? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ നമ്മൾ ജീവന്റെ പുതുക്കത്തിലാണ് നടക്കേണ്ടത്. ഏത് പരിഹാസികളുടെ ഇടയിൽ പോയാലും, ഏത് കൊലയാളിയുടെ കൂടെ നടന്നാലും, ഏത് ദുഷ്ടന്റെ കൂടെ നടന്നാലും നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം? ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. നമ്മൾ ദുഷ്ടന്മാരുടെ കൂടെ നടന്നാലും നമുക്കൊന്നും വരത്തില്ലെന്നേ. നമ്മൾ ദുഷ്ടന്റെ കൂടെ നടന്നിട്ട് നമ്മൾ ദുഷ്ടനെ നമ്മൾ നന്നാക്കിയെടുക്കാൻ നോക്കണം. അതാണ് നമുക്കുള്ള പണി. കർത്താവ് അങ്ങനെയാണ് വായിച്ചത്. അല്ലാതെ നമ്മൾ ഒന്നാം സങ്കീർത്തന പുസ്തകത്തിലെ കാര്യം വായിച്ചിട്ടിരുന്നതുകൊണ്ട് കാര്യമില്ല. അവരുടെ കൂടെ പോയി ഇരിക്കാതിരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. അവരെ നന്നാക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞതുപോലെ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അയക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദുഷ്ടന്റെ അടുക്കലായിട്ട് പോയിക്കോ, ദുഷ്ടന്മാരുടെ അടുക്കലേക്ക് പോയിക്കോ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയിരുന്നോ. നീ എന്തിനാണ് ചെന്നതെന്ന് നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകണം. അവരെ പറഞ്ഞ് ശരിയായ രീതിയിൽ മനസ്സിലാക്കി അവരെ മടക്കിക്കൊണ്ടുവരാനാണ് നമ്മൾ പോകുന്നത്. അല്ല നമ്മൾ അവിടെ പോയിരുന്നുകൊണ്ട് നമ്മൾ മോശമായി പോകുന്നില്ല. അങ്ങനെ മോശമായി പോകുന്ന ഒരു കൃപയല്ല നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ശക്തിയല്ല നമുക്ക് തന്നിരിക്കുന്നത്. ദുഷ്ടന്റെ തീയം പൊളിക്കുകയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ദുഷ്ടന്റെ അടുക്കൽ ചെന്നുകൊണ്ട് നമ്മൾ ഭാവിയായി പോകുക. അല്ലെങ്കിൽ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ പോയി ഇതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരിഹാസികളായി പോവുക. ഇല്ല, നമ്മൾ അവരെ നമുക്ക് കിട്ടിയ കൃപക്കൊത്തവണ്ണം അവരെ ഉപദേശിച്ച് അവരെ നന്നാക്കി എടുക്കുവാനാണ് കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത്. അതാണ് കറക്റ്റ് പ്രിയപ്പെട്ടവരെ. അതിന് നമ്മൾ ഈ സങ്കീർത്തന പുസ്തകം വായിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് മടങ്ങി വരാം. 5-ാമത്തെ വാക്യം വെച്ച്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അല്ല ഞായറാഴ്ച വന്ന് 2-3 പാട്ടും പാടി കൈ കൊട്ടിയത് കൊണ്ടൊന്നും ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ കഴിയില്ല. ഒന്നാമത് വേണ്ടത് ജീവന്റെ പുതുക്കം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലാണോ? ആ ദൈവ പൈതലാണെങ്കിൽ ആ ദൈവ പൈതലെ പഠിപ്പിക്കേണ്ടത് എന്താണ്? റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കണം.
നീ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. നീ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റിരിക്കുന്നു. ഇനി യേശു ക്രിസ്തുവിനോട് കൂടെയാണ് നീ നടക്കേണ്ടത്. യേശു ക്രിസ്തു എന്താണ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ 33.5 വർഷം എന്ത് ചെയ്തു? ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്, അവരെയാണ് നമ്മൾ നോക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ വേറെ ഏതോ പാർട്ടിയുടെ കൂടെയാണ് നമ്മുടെ കൂട്ടായ്മ. നമ്മൾ അതിനാണ് വെച്ചിരുന്നത്. സങ്കീർത്തന പുസ്തകം 1-ാമത്തെ വാക്യം മാറ്റി നമ്മൾ ഇരുന്നാൽ പരിഹാസികളെ ഈടുപ്പെടുത്തിയിരിക്കാൻ പാടില്ല, ദുഷ്ടന്റെ ആലോചന പ്രകാരം പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നതാണ്. പുതിയ നിയമസഭയോട് പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല. പോകുവിൻ ചെന്നായിക്കട നടുവിലേക്ക്, കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പോയിക്കൊള്ളണം, ചെന്ന് പറയണം. തല്ലി കിട്ടിയാൽ, കർണക്കുറ്റിക്കിട്ട് അടിച്ചാൽ അടുത്ത കർണം കൂടെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം. അവനെ നേടിയെടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, 6-ാമത്തെ വാക്യം വായിക്കണം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ആയെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട്. സ്തോത്രം. ഇതാണ് നമ്മുടെ ഉറപ്പതാണ്. നമ്മുടെ ഉറപ്പതാണ്. നമ്മൾ ഒന്ന് താഴ്ന്നു കൊടുത്താലേ നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. താഴ്ന്നു കൊടുക്കണം. അവിടെ പറയുന്നു, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിച്ചു. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കണം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കണമെങ്കിൽ സുവിശേഷം കേട്ട് വിശ്വസിച്ച് സ്നാനമേൽക്കണം. സ്നാനമേൽക്കുമ്പോൾ ആ സ്നാനക്കുളത്തിലേക്ക് നാം പോകുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ അന്ന് വരെ ചെയ്ത എല്ലാ നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു മാനസാന്തരം, ദൈവത്തിലുള്ള ഒരു വിശ്വാസം, മനുഷ്യനെ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു വിശ്വാസം, കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരു പ്രത്യാശ, സ്വർഗത്തിൽ എടുക്കപ്പെടുവാനുള്ള ഒരു പ്രത്യാശ, അതിനുവേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്താനുള്ള ഒരു വിശ്വാസം, ഇത് നമുക്കുണ്ടായെങ്കിലേ എങ്കിൽ മാത്രമേ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ആ പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല. ഇതുവരെ ആ പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല. പഴയ മനുഷ്യൻ മരിക്കാതെ കൊണ്ട് കുടിച്ചിടുകയാണ്. പിന്നെ എങ്ങനെ ആ മനുഷ്യൻ ഉയർത്തും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് ഗ്രഹിച്ച് വിശ്വസിക്കണം. സുവിശേഷം കേട്ട് വിശ്വസിക്കണം. അത് ഗ്രഹിച്ച് വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ അത് സംഭരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ ആ വചനം ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഗ്രഹിച്ച് വിശ്വസിക്കണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ അവർക്ക് ദഹിക്കാത്തത് ഛർദ്ദിക്കുന്നത് കാണാം. അതുകൊണ്ട് നമ്മൾ വചനം കേട്ടിട്ട് ഗ്രഹിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കുമ്പോൾ അത് പുറത്തേക്ക് പോകും. അത് ദുഷ്ടനെടുത്തുകൊണ്ട് പോകുന്നതാണ്. ഗ്രഹിക്കാൻ ഞാൻ ദുഷ്ടനെടുത്തുകൊണ്ട് പോകും. അപ്പൊ കേൾക്കുന്ന വചനം നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കണം. അത് ഗ്രഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് ഒരു ശിഷ്യന്റെ കടമ. അധ്യാപകനോട് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഒരു ശിഷ്യന്റെ കടമ. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ച നമ്മുടെ ഹൃദയത്തിൽ ആ വചനം ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് അനേകരും ഗ്രഹിക്കാതെ കേട്ടു പോവുകയാണ്. അവരുടെ ഉള്ളിലൊരു വചനം പോലുമില്ല. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ പ്രസ്താവിക്കുന്നത്. വചനം ഉള്ളിലുണ്ടെങ്കിൽ കൃത്യമായിട്ടും പുറത്തു വരും. ഹൃദയം നിറഞ്ഞ് കവിയുന്നില്ല, ഹൃദയത്തിൽ ഒന്നുമില്ല. ഇന്നും ഹൃദയത്തിൽ ദുഷ്ടതയും ചതിയും വ്യാജഭാവവും അസൂയയും നുണയുമാണ് ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വചനം എങ്ങനെ ചെല്ലും? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെ പറയുന്നു, ഇവിടെ വ്യക്തമായിട്ട് പൗലോസപ്പോസ്തലൻ പറയുകയാണ്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചവനാണ് പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചത്. എങ്ങനെ മരിച്ചവൻ? 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ട മനുഷ്യന്റെ കാര്യമാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ
മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കും. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ. ഈ സുവിശേഷം നമ്മൾ കേട്ടത് കൊണ്ട് കാര്യമായി. ഈ കേൾക്കുന്ന സുവിശേഷം നമ്മളത് ഗ്രഹിച്ച് വിശ്വസിക്കണം. അത് ഗ്രഹിച്ച് വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ അതിരിക്കത്തുള്ളൂ. അങ്ങനെ നാം അത് ഗ്രഹിച്ച് വിശ്വസിച്ച് അനുസരിച്ചെങ്കിൽ മാത്രമേ പാപസംബന്ധമായി നാം മരിക്കുന്നു. എബ്രായലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞു. അവിടെ എന്താണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, നിത്യശിക്ഷാവിധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായ പ്രോസസ്സിങ് നടന്നാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ച് എഴുന്നേറ്റതുപോലെ തന്നെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവർ, ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ റോമാലേഖനം 6-ാം അധ്യായം നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ശരിയായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കണം, അത് ഗ്രഹിക്കണം. നമുക്ക് 8-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും. ക്രിസ്തുവിനോടുകൂടി നമ്മൾ മരിക്കണം. പാപസംബന്ധമായി നാം മരിക്കണം. സ്നാനക്കുളത്തിലേക്ക് നമ്മൾ പോകുന്നതുമായിട്ട് നമ്മൾ മരിച്ചിരിക്കണം. മരിച്ചവരെയാണ് അടക്കം ചെയ്യുന്നത്, മരിച്ച വ്യക്തികളാണ് കുഴിച്ചിടുന്നത്. അതുകൊണ്ട് സ്നാനക്കുളത്തിൽ ഇറങ്ങുന്ന മുമ്പ് നാം പാപസംബന്ധമായി മരിച്ചിരിക്കണം. പാപസംബന്ധമായി മരിച്ചവർ ഇനി എങ്ങനെ അതിൽ ജീവിക്കുന്നതെന്നാണ് 2-ാമത്തെ വാക്യം. സ്തോത്രം. 2-ാമത്തെ വാക്യം എന്താണ്? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല, ഇനി മരിക്കയില്ല, ഇനി മരിക്കയില്ല. നമുക്കൊരു മരണമേ ഉള്ളൂ. ആ മരണം യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനമാണ്. ആ സ്നാനത്തിൽ നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞാൽ പിന്നെ മരണമില്ല. പിന്നെ നമുക്ക് ഒരു വേർപാടാണ്, ആത്മാവും ശരീരവും തമ്മിലുള്ള വേർപാടേ ഉള്ളൂ. അതിനെയാണ് ലോകത്തിലുള്ള ആൾക്കാർ ഇവരുടെ മരണമെന്ന്. നമ്മുടെ മരണം ഇവിടെ നടന്നു. നമ്മുടെ മരണം ജലത്തിൽ സ്നാനമേറ്റപ്പോൾ നമ്മുടെ മരണം നടന്നിരിക്കണം. അവിടെ മരിക്കണം, അവിടെ മരിക്കണം, അവിടെ മരിക്കണ കാര്യങ്ങൾ പറയുന്നത്. ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 9-ാമത്തെ വാക്യം ഒന്നുകൂടി നമുക്ക് വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. നമുക്കില്ല, നമുക്കിനി മരണത്തിനോട് കർത്തൃത്വമില്ല. നാം ഇനി മരിക്കുന്നില്ല. നാം ക്രിസ്തുവിനോട് ഒരു പ്രാവശ്യം മരിച്ചു, അത് ജലത്തിൽ മുങ്ങി സ്നാനമേറ്റപ്പോൾ നമ്മുടെ മരണം അവിടെ സംഭവിച്ചു. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു, നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു. ഇനി നമുക്ക് മരണമില്ല. ഇനി ക്രിസ്തുവിനോട് കൂടി ജീവിക്കുകയാണ് നമ്മുടെ ദൗത്യം. ക്രിസ്തുവിനോട് കൂടി ജീവിക്കുക. നാം ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേറ്റിരിക്കുന്നത്. ഇനി നമ്മൾ ക്രിസ്തുവിനോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. സ്തോത്രം. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചാൽ എന്താണ്? പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടു കൂടി ഏകീഭവിക്കുമെന്നാണ്. അതുകൊണ്ട് ഇനി നമുക്കുള്ളത് പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുകയാണ് വേണ്ടത്. ദൈവത്തിന് മഹത്വം. സ്തോത്രം. 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ മരിച്ചത് പാപസംബന്ധമായ ഒരിക്കലായിട്ട് മരിച്ചു. ഓക്കെ. അവൻ ജീവിക്കുന്നതോ ദൈവത്തിൽ ജീവിക്കുന്നു. ഈ നമ്മളും പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. ഞാൻ 42-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. 42 വയസ്സ് വരെയും ഞാൻ ഒരു പാപിയായി ജീവിച്ചു, കൊള്ളരുതാത്തവനായി ജീവിച്ചു. ഇനി എനിക്ക് മരണമില്ല. അന്ന് എൻ്റെ പഴയ മനുഷ്യൻ, എൻ്റെ പേര് ജേക്കബ് വന്നു, പഴയ ജേക്കബ് മരിച്ചു.
ഇപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി, കർത്താവ് എല്ലാം പുതുതാക്കിയിരിക്കുന്നു. ഇനി എനിക്ക് പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഞാൻ ഏകീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നാം മനസ്സിലാക്കുക. വെറുതെ പറയാൻ പാടില്ല, ഒന്നും ചെയ്യാതെ പറയാൻ സാധിക്കത്തില്ല. ഇത് കർത്താവിനോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുന്നവർക്കേ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു മടങ്ങി വരവ് വേണം. നമ്മൾ തെറ്റിപ്പോയിരിക്കുകയാണ്, ഒരു മാനസാന്തരം നമുക്ക് വേണം. നമുക്ക് ഈ ഉപദേശങ്ങളെല്ലാം സഭയിൽ നിന്ന് പോയി. ഈ സഭയിൽ ഈ ഉപദേശങ്ങളൊന്നുമില്ല. ഇപ്പോൾ സങ്കീർത്തനവും വായിച്ച് പഴയ നിയമത്തിലെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് 2-3 പാട്ടും പാടി ബഹളം വെച്ച് ആശീർവാദവും കഴിച്ചു പോവുകയാണ്. അത് വേറൊരു ഉപദേശമാണ്, വേറൊരു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്, വേറൊരു ആത്മാവാണ് അതിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അത് കേൾക്കരുത്, മറ്റൊരു ഉപദേശം കേൾക്കാൻ പാടില്ല. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചു. നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു, അതേ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1 മുതലാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു, അതെ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്നു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത മറ്റൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നതാ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മറ്റൊരു ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പൊറുക്കുന്നോ? നിങ്ങൾ അതിനെ എതിർക്കുന്നില്ല. ഇന്ന് ക്രിസ്തുവിന്റെ ഉപദേശമല്ല ഇന്ന് സഭകൾ പറയുന്നത്. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത മറ്റൊരു ആത്മാവെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. നിങ്ങൾ പൊറുക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് വേറൊരു ഉപദേശമാണ്, വേറൊരു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്, വേറൊരു ആത്മാവാണ് അവിടെ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റോമാലേഖനം 6-ാം അധ്യായം നമുക്കിന്ന് ഹല്ലേലൂയ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷമാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ നമ്മളൊന്നും ശരിയായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം. ഇത് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരുപാട് നീട്ടിക്കൊണ്ടു പോയാൽ എല്ലാവർക്കും ഇത് കേൾക്കാനോ കാണുവാനോ കഴിയാതെ പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് കേട്ട ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മൾ കേട്ട ഭാഗങ്ങൾ ശരിയായ രീതിയിലൊന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് ഗ്രഹിച്ച് അത് ആലോചിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ശരിക്കൊന്ന് ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഒരിക്കൽ പാപസംബന്ധമായി മരിച്ചവരാണ്. നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നമുക്ക് പാപസംബന്ധമായി നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന് പൗലോസ് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം? നമ്മൾ ദൈവത്തിന് ജീവിക്കുന്നതായി മാറണം. നമ്മൾ ദൈവത്തിന് ജീവിക്കണം. ക്രിസ്തു ഒരിക്കൽ മരിച്ചതുപോലെ ആ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നമ്മൾ ഏകീഭവിച്ചവരാണ്. എങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും എന്ന് വിശുദ്ധ ബൈബിള് വ്യക്തമായി നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഇന്നങ്ങനെ ജീവിക്കുന്നുണ്ട്. നമ്മളിത് കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഭാഗങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കൂട്ടായ്മകളിൽ പ്രസംഗിച്ചോ അല്ലെങ്കിൽ പഠിപ്പിച്ചോ കേൾക്കുന്നുണ്ടോ? നമ്മൾ എവിടെ കേൾക്കുന്നു? നമ്മൾ കേൾക്കുന്നത് മുഴുവൻ സങ്കീർത്തന ഭാഗങ്ങളല്ലേ. സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ ഭാഗ്യം നാം വായിച്ച് കേൾപ്പിച്ചല്ലോ.
ആരും അവിടെ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും അതുപോലെ എന്താണ് പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമസഭയോടും ദൈവത്തിൻ്റെ മക്കളോടും പറയുന്നു, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാട്ടിലെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പോകുവിൻ, നിങ്ങൾ ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് നിങ്ങൾ പോയിക്കോ. നിങ്ങൾ പോയി അവരെ ആ ചെന്നായ്ക്കളെ കുഞ്ഞാടെ പോലെ ആക്കിയെടുക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ അവസരം സമയമായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ഇത് ദൈവിക ആലോചനയാണ്. ഈ ദൈവിക ആലോചന ഒട്ടും നമ്മൾ നിഷേധിക്കാതെ തള്ളിക്കളയാതെ അതിനെ ഏറ്റെടുക്കുക. ഇതൊരു സഭായോഗമാണ്. ആ സഭായോഗത്തിൽ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും